ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരമെന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരമെന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ലോ, നന്നായി ഉറങ്ങി ഉണരുവാൻ ഇടയാക്കിയല്ലോ. അല്പസമയം കഥാവിൻ്റെ പാദപിടത്തിൽ ചേർത്തിരുത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടും സമാധാനത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ച എൻ്റെ ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരില്ല കഥാവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രപ്പ, സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ മാർച്ച് മാസത്തിനായിട്ട് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കഥാവേ. ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളെയൊക്കെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും സൗഖ്യമാക്കണം കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങളെ തന്ന് പോറ്റിപ്പുലർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പോർച്ചയാദി മരണത്തിൽ ഏൽപ്പിക്കാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാം പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വാഹനയാത്രയിലും വഴിയാത്രയിലും എല്ലാം കൂടെ ഇരുന്ന് സഹായിക്കണമേ. വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും സ്വർഗം കാത്തുകൊള്ളുമാറാകണമേ. കർത്താവ് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ തരട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയ്ക്കും മറുപടി തന്ന് മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ദാനമായി തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ഇത് പരീക്ഷാ കാലഘട്ടമാണ് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. നന്നായി പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും എല്ലാ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് 10ലും 12ലും പഠിക്കുന്ന മക്കൾ കർത്താവേ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട്. എല്ലാവരെയും കർത്താവ് കാത്തുകൊള്ളണേ അപ്പാ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തിയേ മതിയാകൂ കർത്താവ്. ഈ സമയം വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, അതിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷകളിലെല്ലാം കൂടെ ഇരിക്കണമേ അപ്പാ. ബുദ്ധിയും ആലോചനയും അപ്പച്ചം കൊടുക്കണമേ. അവർക്ക് വേണ്ടി കർത്താവ് പരീക്ഷ എഴുതണമേ. നല്ല മാർക്കോടെ വിജയിപ്പാനും അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് കടന്നു പോകുവാനും സകല വഴിയും തൻ്റെ മക്കൾക്ക് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നപ്പാ. ഉപജീവനമാർഗത്തിൻ്റെ വഴി ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾക്ക് അത് നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല തടസ്സങ്ങളും മുടക്കങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ എടുത്തു മാറ്റി ഈ മാർച്ച് മാസം വലിയൊരു നന്മയ്ക്കും അത്ഭുതത്തിനുമാക്കി ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ കുടുംബജീവിതം, അവരുടെ ജോലി, ആമേൻ, വിവാഹം എല്ലാം കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമെല്ലാം അറിഞ്ഞ് സഹായിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ആവശ്യമറിഞ്ഞ് തക്ക സമയത്ത് അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ദൈവമാകിയാൽ സ്തോത്രം, സ്തോത്രം. പ്രത്യേകിച്ചും ഈ സമയം ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളെ ഓർക്കുന്നു കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, മറ്റനവധി രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കൾക്ക് അവിടുത്തെ സൗഖ്യം നൽകുമാറാകണം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞവരാ, രുചിച്ചറിഞ്ഞവരാ കർത്താവേ. ഇന്നും ആ കരം കുറുതല്ലല്ലോ. കേൾപ്പാൻ കഴിയാതെ ആ ചെവി മന്ദമായി പോയിട്ടില്ലല്ലോ. സഹായിപ്പാൻ കഴിയാതെ ആ കരം കുറുതല്ലല്ലോ. സ്വർഗമേ, ആ കരമൊന്ന് നീട്ടുമാറാകണം. ആണിപ്പഴുതുള്ള കരമൊന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.
വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കളെയൊക്കെ ആശ്വസിപ്പിക്കണമേ. അനർത്ഥങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ലോകത്തെ വിടുവിക്കണമേ. ഓരോ കുടുംബങ്ങളെയും വിടുവിക്കണമേ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ കാത്തുകൊള്ളണമേ. ആമേൻ. ലഹരിക്ക് അടിമപ്പെട്ട് കർത്താവെ അനേക കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേക കുടുംബങ്ങൾ ഇല്ലാതെയായി പോകുമ്പോൾ, അനേക അനർത്ഥങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ ഞെട്ടിക്കുന്ന വാർത്ത ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചനിറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേദനിക്കുന്ന ജീവിതങ്ങളോട് മനസ്സലിയണം. എല്ലാ ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരായി കർത്താവിനെ ആരാധിച്ച് ബലപ്പെടുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഓരോ മക്കളെയും അവിടുത്തെ സമാധാനത്താൽ നിറയ്ക്കണം, ദൈവസ്നേഹത്താൽ നിറയ്ക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.